ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംവാദത്തിനുള്ള വെല്ലുവിളി സ്വീകരിച്ച് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ ഞാൻ വളരെ സന്തോഷം മുഖ്യമന്ത്രി ആ വെല്ലുവിളി സ്വീകരിച്ചതിന്. മുഖ്യമന്ത്രിക്ക് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞാൻ തയ്യാറാണ്. നാളെ തന്നെ ഒരു ദിവസം പോലും വൈകിക്കാതെ നടത്താൻ തയ്യാറാണ്. ഞങ്ങളുടെ എല്ലാ എം പിമാരെയും കൂടെ അണിനിരത്താം. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. അതല്ല മുഖ്യമന്ത്രിക്ക് നാളെ സൗകര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണ് സൗകര്യം? മറ്റന്നാളാണ്, അടുത്ത ദിവസങ്ങൾ ഏത് ദിവസങ്ങളാണ്? ആ ദിവസം അറിയിച്ചാൽ ആ ദിവസത്തേക്ക് ഞാൻ സൗകര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തിരിതിരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അതിന് കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുമായി സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രി തയ്യാറായ സ്ഥിതിക്ക് ഞാനല്ല ഡേറ്റ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഡേറ്റ് നിശ്ചയിച്ചാൽ നാളെ ആയാലും ഞാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത്, മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സംവാദം തയ്യാറാണ്. അത് നാളെ ആയാൽ പോലും തയ്യാറാണ്. മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ എംപിമാർ പലപ്പോഴും കേരള താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ എന്നോട് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എംപിമാരും മുഴുവൻ കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല. കേരളത്തിലെ എംപിമാരുടെ മുഴുവൻ പാർലമെന്റ് പ്രസംഗങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട്, പാർലമെന്റ് വെബ്സൈറ്റിലുണ്ട്. ആർക്കും പരിശോധിക്കാവുന്നതാണ്. കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ പോരാട്ടം മുഴുവൻ ഉണ്ടായത്. UDF എംപിമാരുടെ പോരാട്ടം മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരുന്നു. സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അതോടൊപ്പം കോൺഗ്രസിന്റെ നിലപാടുകളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിയുടെ ആ സ്വീകരിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി നാളെ തയ്യാറാണെങ്കിൽ നാളെ ഞാനും തയ്യാറാണ്. അതല്ല മുഖ്യമന്ത്രി അടുത്ത ദിവസമാണോ തീരുമാനിക്കുന്നത്, എന്നാണോ അദ്ദേഹത്തിന് കൺവീനിയന്റ്, അന്ന് ഈ സംവാദത്തിന് ഞാൻ റെഡി. മുഖ്യമന്ത്രി ഒരു സ്പെഷ്യൽ ഇഷ്യൂ എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതായത് കേരളത്തിലെ റേഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെയല്ലായിരുന്നു. മുഖ്യമന്ത്രി കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എംപിമാർ ഇടപെട്ടില്ല. കേരളത്തിലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഉണ്ടായിരുന്നു. കേരള ഗവൺമെന്റ് പോലും താല്പര്യമെടുക്കാത്ത പല വിഷയങ്ങളും എംപിമാർ താല്പര്യമെടുത്തിട്ടുണ്ട്. കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം വന്നപ്പോൾ, ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള തീരുമാനം വന്നപ്പോൾ, കപ്പല് തകർന്നു വീണപ്പോൾ, ഇങ്ങനെ തീരപ്രദേശത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്ട്, മൃഗങ്ങളുടെ ആക്രമണം മൂലം കടുവയും അതുപോലെ ആനയും ആക്രമിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം കേരളത്തോട് സാമ്പത്തികമായി കാണിക്കുന്ന ഇതിനെക്കുറിച്ച് കേരളത്തിലെ ധനകാര്യമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ എല്ലാ എംപിമാരും ഒപ്പിടുകയും ആ എംപിമാർ പാർലമെന്റിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന്. മറ്റ് ഡീലുകൾക്ക് പോകാറില്ല, സ്വകാര്യമായിട്ട് മന്ത്രിമാരുടെ അടുത്ത് സ്വകാര്യമായിട്ടൊന്നും പോകാറില്ല. പക്ഷെ കേരളത്തിന്റെ താല്പര്യങ്ങൾ എംപിമാരുടെ കോൺഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സീറോ ഓവറിൽ ഉന്നയിക്കാറുണ്ട്, ബില്ലുകൾ ചർച്ചയിൽ പറയാറുണ്ട്, അതില്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ട്. അതിനല്ല ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് ഏതാ സംശയം, ആ സംശയം നമുക്ക് തീർത്തു കൊടുക്കാം. അത് സംവാദം ആയിക്കോട്ടെ. മുഖ്യമന്ത്രി പറയുന്നത് ഒരു വിഷയം പറഞ്ഞത് അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു. ആ ഘട്ടത്തിൽ ഒരു UDF MP പാർലമെന്റിൽ ഈ നിലവിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. നിങ്ങൾ അങ്ങനെ മാറ്റി പറയാതെ. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല, ഇന്നത്തേതല്ല. മുഖ്യമന്ത്രിയുടെ കമന്റ് വളരെ ക്ലിയർ ആയിരുന്നു. കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി UDF MPമാരോട് ഒന്നും ചെയ്യാറില്ല. അപ്പോഴാണ് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചത്. ഞാൻ ആ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് സംവാദം ചെയ്യാൻ സ്ഥിതിക്ക് അത് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് അവിടെ പോവാം, സംവാദത്തിൽ പോവാമല്ലോ. മുഖ്യമന്ത്രി വിശദാംശങ്ങളുമായിട്ട് വരട്ടെ, ഞങ്ങളെല്ലാം വിശദാംശങ്ങളുമായിട്ട് വരാം. മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ MPമാർ അവിടെ എന്ത് പറഞ്ഞു എന്നും കൂടെ അറിയണമല്ലോ. അതുകൊണ്ട് നമുക്ക് നോക്കാം. കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, പൊതുവായ ജനാധിപത്യം സംരക്ഷിക്കാൻ എല്ലാം UDF MPമാർ ചെയ്ത് 1, 2, 3 നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എടുത്താൽ അറിയാം. ഓരോ MPമാരെ അടിച്ചാൽ അവരെ ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് അറിയാം, ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് അറിയാം. അതിന് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഇതെല്ലാം റെക്കോർഡിക്കലല്ലേ, ഇത് കള്ളം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ സംവാദത്തിന് അക്കാര്യത്തിൽ വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹം അത് സ്വീകരിച്ച സ്ഥിതിയിൽ അദ്ദേഹമാണ് തീരുമാനികൾ. അദ്ദേഹം തീരുമാനിക്കുന്ന ഏത് തീയതിയും എനിക്ക് സ്വീകാര്യമാണ്. അദ്ദേഹം പറയുന്ന ഏത് സ്ഥലവും എനിക്ക് സ്വീകാര്യമാണ്. അത് നാളെ ആയാൽ പോലും ഞാൻ റെഡിയാണ്. എനിക്ക് നാളെ ഇലക്ഷൻ പരിപാടികളുണ്ട്, പിന്നെ പാലക്കാടും മലപ്പുറത്തും. അത് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ സംവാദത്തിന് പോകാൻ ഞാൻ തയ്യാറാണ്. എംപിമാരെ കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് മുഖ്യമന്ത്രി. അല്ല, മുഖ്യമന്ത്രി പറയുന്നത് അതിനാ പറഞ്ഞത്, അത് സംവാദത്തിൽ നമുക്ക് തീർക്കാലോ. ഏതാണ് കുരസ്റ്റ് ചോദ്യം? പിന്നെ ചില വിവരങ്ങൾ അറിയേണ്ടി വരുമല്ലോ. അതാണോ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചത് എനിക്കറിയില്ല. മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വേറൊരു അന്വേഷണം വേണ്ടെന്നാണ്, ഇപ്പോഴുള്ള അന്വേഷണം നല്ലതാണ് എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോഴുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയല്ലോ, അത് ഹൈക്കോടതി ഏർപ്പെടുത്തിയ അന്വേഷണമല്ലേ. ആ ഹൈക്കോടതി ഏർപ്പെടുത്തിയ അന്വേഷണം SIT അന്വേഷിക്കുന്ന കേരള പോലീസാണ്. ആ പോലീസ് സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നീട്ടിയെടുത്ത് തന്നെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ജനങ്ങളുടെ സംശയമുണ്ട്.
എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളക്കാരെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിനകത്ത് വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ആരെയോ സംരക്ഷിക്കാനുണ്ട്, ഇനിയും വൻ തോക്കുകൾ വരാനുണ്ട്. അവരിൽ ആരെയൊക്കെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത്. എന്തായാലും ഈ കൊള്ള നടത്തിയവരെ കൊണ്ടുവരുന്നവരെ കേരളം വെറുതെ ഇരിക്കില്ല, കേരളം അടങ്ങിയിരിക്കില്ല. അതാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച സംഭവമാണ്. എന്താണ് ഓക്കെ. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.